നിന്റെ അയൽവാസി ഒരു കാഫിറാണെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണേ, അവനെ നീ ആദരിക്കണേ, അവന് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കണേ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പാണ്ഡ്യാലുള്ളവരെ, നമ്മുടെ അവസ്ഥ ഇന്നിങ്ങനെയാണ്. ഇന്ന് പരസ്പരം ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. താനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളും സ്വന്തം ജീവിതത്തിന് വേണ്ടുന്ന വഴികൾ മാത്രം കണ്ടെത്തുക വഴി ഒരു വീട് വെച്ച് ആ വീടിനൊരു ചുറ്റുമതിൽ കെട്ടി അയൽവാസിയുടെ വീട്ടിലേക്ക് യാതൊരു ബന്ധവുമില്ലാതെ അവിടെ നടക്കുന്നത് പോലും അറിയാതെ തൊട്ടടുത്ത അയൽക്കാരന്റെ വീട്ടിൽ വലിയ ഒരു വിപത്ത് നടന്നിട്ട് പോലും അടുത്ത വീട്ടുകാരനായ നീ അറിയുന്ന സോഷ്യൽ മീഡിയകളിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഫോൺ വിളിച്ച് വിഷയം പറയുമ്പോഴാണെങ്കിൽ എവിടെ എത്തി മുസ്ലിമേ, ഇതുകൊണ്ട് നാം അയൽവാസിയുടെ കാരണം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അഭിമാനത്തോടെ പറയാനുള്ളത് എന്താണെന്നറിയോ ഉസ്താദേ, 10 കൊല്ലമായി മിണ്ടാതെ അവന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ പോയിട്ടില്ല, കുടികൂടലിന് പോയിട്ടില്ല, ആരുടെ മണ്ണിലേക്ക് അവനെ വെക്കുമ്പോ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് 3 പിടി മണ്ണ് വാരി എറിയാൻ പോയിട്ടില്ല. അഭിമാനത്തോടെ ചാടയോടുകൂടെ ഒരു പെരുന്നാളിന്റെ ദിവസം നമ്മുടെ ഇമാമികളെ പ്രസംഗിക്കുമ്പോ ആ പ്രസംഗത്തിനെതിരായി ഉസ്താദേ ഞാൻ പോവില്ല, മിണ്ടൂല്ല എന്ന് പറയുന്നവരെ, മോനെ എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്താണ്. എപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുകയെന്ന് പറയാൻ പോലും പറ്റാത്ത സമയത്താണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്ത്, ഒരു യാത്ര പറയാൻ പോലും സമയമില്ലാത്ത ലോകത്ത് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജാട, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാശി, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുശുമ്പ്, എന്തിനാണ് നമ്മുടെ ഹൃദയത്തിൽ പിടിപെട്ടു പോയ കറകളെല്ലാം എടുത്തു മാറ്റിയിട്ട് അയൽവാസികളോട് നന്നാവാൻ ശ്രമിച്ചു. ഇല്ലെങ്കിലോ നിനക്ക് വരുന്ന ബറാഅത്ത് രാത്രിയില്ല, അല്ലാഹു തിരിഞ്ഞു നോക്കൂല. നിന്റെ വിശുദ്ധ റമദാനിൽ എത്ര ഇബാദത്ത് ചെയ്താലും എത്ര ലൈലത്തുൽ ഖദ്ർ നീ ഹയാത്താക്കിയാലും പൊന്നുമോനെ നിനക്ക് അല്ലാഹു ഒന്നും തരാൻ പോകുന്നില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അയൽവാസിയുടെ പ്രധാന ഒരുപാട് കടപ്പാടുകൾ ബാധ്യത കണ്ട് പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ നമുക്ക് തീർക്കണം. അരമണിക്കൂർ പറയാനുള്ള സമയമുണ്ടാ? എനിക്ക് ബുദ്ധിമുട്ടുണ്ടാ? ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. എനിക്ക് നാട്ടിലെ കുന്തൂർ കത്തം. അപ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്ന് ഉസ്താദ് ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. അരമണിക്കൂർ പറയാൻ എന്നെ നിങ്ങൾ അനുവദിക്കുമോ? അനുവദിച്ചിട്ട് കാലികസയിലാണെങ്കിൽ ഞാൻ നിർത്തിപ്പോ. ചോദിച്ചതിൻ്റെ ഉദ്ദേശം എല്ലാവരും ഇരിക്കും അരമണിക്കൂർ, ബുദ്ധിമുട്ടില്ലല്ലേ? ഇൻഷാ അല്ലാഹ്. സ്റ്റേജിലുള്ള നേതാക്കന്മാരുടെ ഓറാണ് ഏറ്റവും വലിയ തിരക്കുള്ള. സാധാരണ ഞാൻ വാദം നിൽക്കുമ്പോൾ ഇന്ന് നേരെ വിപരീത അത്ഭുതമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ 2 ആള് മുക്കുരിച്ച കത്തിയും, അത് മുക്കുരിച്ച താഴെ ഇരിക്കുന്ന സാധനം ആര് സ്റ്റേജ് പിടിച്ചിട്ട് സാധാരണ അതിനകത്ത് അള്ളാഹു ഓരോരുത്തർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആക്കിയിട്ട് ഇയാൾ നോക്കിയിട്ട് എല്ലാ നാട്ടിലെ കഥ അതാണ്. മാഷാ അല്ലാഹ്, നമ്മുടെ പാണ്ഡ്യാലിന്റെ പ്രസിഡന്റ് മാഷാ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ ഇതുവരെ ഇരുന്നു അതൊരു സംരംഭമാണ്. അപ്പോൾ അവർ നമുക്ക് പ്രചോദനമാകുമ്പോൾ നമ്മൾ കാര്യാസരാക്കിയിട്ട് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ എല്ലാവരും ക്ഷമിച്ചിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ കടപ്പാട് എന്താ? അയൽവാസികളോടുള്ള കടപ്പാട്. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കഫുല്ലദാ, ഇടങ്ങിറാക്കാൻ പാടില്ല. ഒരു അയൽവാസിയിൽ നിന്ന് ഇടങ്ങിറാക്കാൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദി ജാരി. നീ യഥാർത്ഥ ഒരു വിശ്വാസിയാണോ? വിശ്വാസിയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അവന്റെ അയൽവാസികളെ ഇടങ്ങിറാക്കാതിരിക്കുക. അതല്ലേ ലോകത്തിന്റെ മുത്തുപോലും തന്റെ മരണത്തിന്റെ അവസാനത്തെ വേളയിൽ പോലും പറഞ്ഞത്, പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ, കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ. വന്നസറായിൽ എന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈന്റെ റൂഹെടുക്കാൻ, വന്നസറായിൽ എന്നൊരു നാളിൽ
ഹുസൈന്റെ റൂഹെടുക്കാൻ ഫാത്തിമ ബീവി തൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറടക്കാൻ ഫാത്തിമ ബീവി തൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറടക്കാൻ ലോകത്തിന്റെ മുത്തിന്റെ പ്രിയപ്പെട്ടവരെ തന്റെ മരണത്തിന്റെ അവസാനത്തെ വേളയിൽ തന്റെ അവസാനത്തെ പ്രസംഗം നടത്തുന്ന മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് മദീന പള്ളിയിൽ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സാധാരണ ജമാഅത്തിന് വരുന്ന ഒരു മനുഷ്യനെ കാണാതിരിക്കുമ്പോ മുത്തു റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. എന്നിട്ടോ മുത്തുനബിയെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് അസ്സലാ യാ ഹബീബല്ലാഹ്. നബിയേ സമയമായി, നബിയേ നിസ്കാരത്തിന് സമയമായി, നബിയേ ഒന്ന് മദീന പള്ളിയിലേക്ക് വരൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല, മിണ്ടാൻ കഴിയാത്ത നബി, തളർന്നു കിടക്കുന്ന നബി തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ആയിഷയെ വിളിച്ചുകൊണ്ട് പറയാണ്, ആയിഷ മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്. ആയിഷ പ്രിയപ്പെട്ട അബൂബക്കറിനോട് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമുണ്ടെന്ന് ബിലാൽ ഇബ്നു റബാഹയോട് പറയപ്പെട്ട ആയിഷ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണി ആയിഷ ഓടി വന്നുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പറയുമ്പോ തേങ്ങിക്കരച്ചിലോടെ പൊട്ടിക്കരച്ചിലോടെ മദീന പള്ളിയിലേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല ഓടുകയാണ്. എന്നിട്ടോ സ്വഹാബത്തിനോട് പറയുമ്പോ കൂട്ടക്കരച്ചിലാ, മദീന പള്ളിയിൽ പൊട്ടിക്കരച്ചിലാ, സഹിക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ തളർന്നു കിടക്കുന്ന പരിശുദ്ധ സ്ഥലത്ത് നിന്ന് പടച്ചവനിലേക്ക് തന്റെ ശരീരത്തിന്റെ സമാശ്വാസനത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോ അല്ലാഹു തആല ചെറിയൊരു ആശ്വാസം കൊടുത്തപ്പോ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹും പ്രിയപ്പെട്ട ഫദ്ൽ അബ്ബാസും ഓടി വരികയാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെയും അലിയാർ തങ്ങളുടെയും തോളത്ത് കൈയിട്ട് മദീന പള്ളിയിലേക്ക് റസൂലുള്ളാഹി ഓടുകയാ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത മുത്തുനബി, ശരിക്കും സംസാരിക്കാൻ കഴിയാത്ത മുത്തുനബി, തളർന്നവശനായ മുത്തുനബി ഉണ്ടല്ലോ, പ്രിയപ്പെട്ട മുത്തുനബി നേരെ മദീന പള്ളിയിലേക്ക് പോവുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, മദീന പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തളത്തുള്ള മിമ്പറിൽ കയറുകയാണ്. ശരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത മുത്തുനബി ചാരി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ അവസാനത്തെ വിദാഇന്റെ പ്രസംഗം തുടങ്ങുകയാണ്. ഇനി പ്രസംഗമില്ല പ്രിയപ്പെട്ടവരെ, ഇനി ജനങ്ങളോട് ഉത്ബോധനം നടത്താനില്ല, സ്വഹാബത്തിനോട് കാര്യങ്ങൾ പറയാനില്ല. മഹാനായ മാലാഖ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീന പള്ളിയുടെ പരിശുദ്ധ പള്ളിയുടെ ഉമ്മറപ്പടിയിൽ അവിടെ റൂഹ് പിടിക്കാൻ വേണ്ടി മഹാനായ മുത്തുനബിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ ഇനി പ്രസംഗം നടത്താനില്ലാത്ത മുത്തുനബി ഉണ്ടല്ലോ, ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മുതിരുമ്പോ ആദ്യമായി പറഞ്ഞ വാചകം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞ വാചകം എന്തെന്നറിയോ? പരസ്പരം ബന്ധങ്ങളെ തകർക്കല്ലേ, പരസ്പരം ബന്ധങ്ങളെ തകർത്തെറിയല്ലേ, ഒരയൽവാസിയും വേദനിപ്പിക്കല്ലേ. നബി മുഹമ്മദ് മുസ്തഫ എത്രത്തോളമാണ് ആ ബന്ധത്തിന്റെ, നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഇബാദത്തിലെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യമായി പറഞ്ഞത് ബന്ധങ്ങളെ തകർത്തെറിഞ്ഞുള്ള വലിയ വിഷയമാണ്. ഒരു ബന്ധത്തെയും നിങ്ങൾ തകർത്തെറിയാൻ പോകണ്ട. കാരണം നിങ്ങളൊരു ബന്ധത്തെ തകർത്തെറിയുമ്പോൾ അള്ളാഹു നിങ്ങളെ തകർത്തെറിയും. എന്താ എന്റെ പ്രിയപ്പെട്ടവരെ, അയൽവാസികളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിച്ചെന്ത്? പോയിട്ട് അവന്റെ മുഖത്തടിക്കാന്ന്, അല്ലവന് കല്ലരിയാന്ന്, അല്ലവനെ കുറിച്ച് പിത്തനയും അതല്ല വലിയ വലിയ ബന്ധോഷങ്ങളാ, അല്ല പൊറുക്കാത്ത ബന്ധോഷങ്ങൾ. നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ അയൽവാസിന്റെ പരക്ക് നല്ലൊരു മംഗളത്തിന്റെ ഒരു ചെക്കനല്ല വന്ന് മാഷാ അല്ലാഹ് ഒരു പുതിയ ആമ്പള വരുമ്പോ വിളിക്കും, എവിടെ പോയാണ്, എന്തില്ല ഞാൻ തന്നെ 4 ദിവസം ബാംഗ്ലൂരിലുണ്ടായി, എന്തെന്നറിയാല വേർവേദന എന്ന് പറഞ്ഞിട്ട് പോയത്. മനസ്സിലായില്ല? പൊട്ടുന്നവന് പൊട്ടി എത്ര ബന്ധങ്ങളെയാണ് ഇങ്ങനെ തകർത്തത്. ഒരു പെണ്ണിന് കല്യാണം തെറ്റാവും, ഇപ്പോൾ പെണ്ണിന്റെ പോട്ടെ ആൺകുട്ടികൾക്ക് പോലും കല്യാണം മുടക്കാം. ആര്? അയൽവാസി.
എന്ത് ഇതുകൊണ്ട് കിട്ടാൻ, എന്തുകൊണ്ടോ ഇതുകൊണ്ടുള്ള ഉപകാരം എന്തെന്ന് പടച്ചുറപ്പിന്. ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ ഈ വേസന്മാരിലൊന്ന് ഹലാക്കായിട്ട് വന്ന് വരയ്ക്കും, ഇങ്ങനത്തെ വേസന്മാർ ഇങ്ങനെ എല്ലാവരും ഇല്ല ഇങ്ങനത്തെ വേസന്മാർ. എന്താ ഒരു നേരെ കെട്ടാവും പെടുന്നില്ല, മംഗലാവും പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ഒരു അയൽവാസി വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ? അള്ളാന്റെ മഹാന്മാർ പറയാണ്, ഇദാ റമൈത കൽബ ജാരിക ഫഖദ് ആദൈത ജാറക. നിന്റെ അയൽവാസി പോട്ടെ, നിന്റെ അയൽവാസി വളർത്തുന്ന ഒരു നായ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരപ്പെട്ട ഒരു ജീവിയാണ്. അല്ലെങ്കിൽ ഒരു കന്നുകാലികൾ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട, ഒരു പ്രാവശ്യം മണ്ണിട്ട് കഴുകേണ്ട നിന്റെ അയൽവാസിയുടെ നായ നിന്റെ വീട് മുറ്റത്തേക്ക് വരുമ്പോ ഒരു കല്ല് പറക്കിയ മുകൾ ഭാഗത്തേക്ക് വലിച്ചു. എന്നാലോ നീ ആ കല്ലെറിഞ്ഞ നായക്കല്ല, നിന്റെ അയൽവാസിന്റെ നേരെ സ്ട്രൈറ്റ് നെഞ്ചത്തേക്കാണ്. മതി നിന്റെ അമല് പൊളിയാനും, നിന്റെ ഖുർആനോത്ത് നഷ്ടപ്പെടാനും, നിന്റെ തഹജ്ജുദും നിന്റെ നോമ്പും നിന്റെ റമളാനും നിന്റെ പരിശുദ്ധ ബറാത്തും നിന്റെ ആരാധനകളെ പൊളിയാനും, നിന്റെ വിജയം നഷ്ടപ്പെടാനും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ കല്ലെറിയ ആൾക്കാൾ? കന്നുകാലികളെ വരുമ്പോൾ പിടിച്ച് കെട്ടിട്ട് ഇടിച്ചിട്ടല്ലേ റഹ്മാനായ റബ്ബെ അതിനെ വേദനിപ്പിക്കാത്ത ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളൊക്കെ വിചാരം നമ്മളെ രക്ഷപ്പെടുന്ന. പിന്നെ കുറെ ചോദിക്കാറുണ്ട്, ഉസ്താദേ ഈ സ്വർഗം ഒരാൾക്ക് എത്ര ഉണ്ടാവും സ്വർഗത്തിൽ സ്ഥലം? ഈ ഭൂമിയേക്കാൾ 7 ഇരട്ടി വലിപ്പമുള്ള സ്വർഗമാണ് ഒരു മനുഷ്യന് കിട്ടുന്നത്. സ്വർഗത്തിൽ ജാഗ ഉണ്ടാവും ഉസ്താദ്? ഇങ്ങനെ ഇതിലെ വിഷയമാണ്. സ്വർഗത്തിന്റെ ജാഗന്റെ വിഷയം പോട്ട്. നായക്കല്ല ഞങ്ങൾക്ക് സ്വർഗമില്ല, പിന്നെ എങ്ങനെ സ്വർഗത്തിൽ കടന്നിട്ട് വേണം നമ്മൾ പിന്നെ ജാഗ നോക്കാൻ? ആലോചിച്ച് നോക്കിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു അയൽവാസി വേദനിപ്പിച്ചാൽ, ഒരു അയൽവാസി ബുദ്ധിമുട്ടിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ വിജയം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിനക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിന്റെ ആരാധനകളെ ചുരുട്ടി വലിച്ചെറിയപ്പെടുമെന്ന് മാത്രമല്ല, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, മന്നാദാ ജാറഹു ഫഖദ് ആദാനി. ആരെങ്കിലും ഒരാൾ അവന്റെ അയൽവാസി വേദനിപ്പിച്ചാൽ, ആരെങ്കിലും ഒരാൾ അവന്റെ അയൽവാസിയെ വിഷമിപ്പിച്ചാൽ, ബുദ്ധിമുട്ടിച്ചാൽ, സങ്കടപ്പെടുത്തിയാൽ, ആരെങ്കിലും ഒരു അയൽവാസിയുടെ പേരിൽ ഫിത്ന പറഞ്ഞാൽ, അവന്റെ വീട്ടിലേക്കുള്ള വഴി മുടക്കിയാൽ, അവന്റെ പേരില്ലാത്തത് പറഞ്ഞുകൊണ്ട് നാട് മുഴുവനും അവന് ഫിത്ന ഫസാദുകൾ ഉണ്ടാക്കി അവന്റെ മാനം കെടുത്തിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖദ് ആദാനി. പിന്നെ നീ നാണം കെടുത്തിയതും നീ അവിടുന്ന് ഗീബത്ത് ഫിത്ന ഫസാദ് പറഞ്ഞത് ആ അയൽവാസിയെ കുറിച്ചല്ല, നിന്റെ പ്രിയപ്പെട്ട മുത്തുനബിയാണ്. ആ മുത്തുനബിയെ വേദനിപ്പിക്കുന്നതിനോട് തുല്യമാ, ആ മുത്തുനബിയെ വിഷമിപ്പിക്കുന്നതിനോട് തുല്യമാണ്. ഒരയൽവാസിയോട് പിണങ്ങാന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയോട് പിണങ്ങലാണ്. ഒരയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴിമുടക്കുക എന്ന് പറഞ്ഞാൽ അത് മദീന റൗള ശരീഫിലേക്കുള്ള വഴിമുടക്കലാണ്. ഒരു അയൽവാസിയുടെ പേരിൽ ഫിത്ന പറയാന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ മുത്തിന്റെ പേരിൽ ഫിത്ന പറയലാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രമാത്രം പറഞ്ഞു നിർത്തുന്നില്ല, വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്. ആരെങ്കിലും ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ, മുത്ത് റസൂലുള്ള പറയുകയാണ്, എന്നെ വിഷമിപ്പിച്ചാൽ, എന്നെ ഇടങ്ങീറാക്കിയാൽ അത് അള്ളാനെ ഇടങ്ങീറാക്കും പോലെയാണ്, അള്ളാനെ ബുദ്ധിമുട്ടിക്കും പോലെയാണ്. ഒരു അയൽവാസിയെ ചീത്ത പറഞ്ഞാൽ അത് അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും ചീത്ത വിളിക്കും പോലെയാണ്. ഒരു അയൽവാസിയുടെ പേരിൽ കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ മദീന റൗളയിൽ കിടക്കുന്ന മുത്ത് ഹബീബിന്റെ പേരിൽ കേസ് കൊടുക്കുന്നതിനോട് തുല്യമാണ്. ഒരു അയൽവാസിയോടുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോ അത് അള്ളയും അള്ളാന്റെ റസൂലിനോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനോട് തുല്യമാണ്. പിന്നെ എന്തിനാണ് നിന്റെ സ്വലാത്ത് നിന്റെ മുത്ത് ഹബീബിന്? പിന്നെ എന്തിനാണ് നിന്റെ ഖുർആൻ നിന്റെ റബ്ബിന്? പിന്നെ എന്തിനാണ് നിന്റെ നിസ്കാരം നിന്റെ റബ്ബിന്? പിണങ്ങിക്കിടക്കുന്ന ബന്ധം വിച്ഛേദിച്ച നിന്റെ റബ്ബിനെന്തിനാണ് നിന്റെ ആരാധനകൾ, നിന്റെ നോമ്പ്, നിന്റെ ബറാഅത്ത്? പിന്നെ നിന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമോ? നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമോ? വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട പെങ്ങളെ, ഒരു അയൽവാസിയോടുമുള്ള ബന്ധത്തെ തകർക്കാൻ നോക്കല്ലേ, ഒരു അയൽവാസിയുടെ ബന്ധവും വിച്ഛേദിക്കാൻ നോക്കല്ലേ, ഒരു അയൽവാസിയുടെ ഉയർച്ചയിൽ പോലും പാറവെക്കല്ലേ. ഇതുപോലത്തെ നൂറുകണക്കായ വേദികളിലേക്ക് വിനീതന നിന്ന് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ ഒരു വാദിന് ഞാൻ പോയി. ആ
ആ വയത് കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ടോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് പറയുന്നു, ഉസ്താദേ, നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള കാണാൻ ഭംഗിയുള്ള നല്ല ചുറുചുറുക്കുള്ള ഒരു യുവാവാണ് സംഘാടകരുടെ കൂടെ വന്ന് പറയുന്നത്, ഉസ്താദേ ഒന്ന് മരിക്കാൻ ദുആ ചെയ്യണം ഉസ്താദ്. ആഫിയത്തുള്ള ചെറുപ്പക്കാരനാ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ. അവന്റെ ദുആ വസിയത്ത് എന്നെ വല്ലാതെ അമ്പരപ്പിച്ചെന്റെ പ്രിയപ്പെട്ടവരെ. ആ ചെറുപ്പക്കാരന്റെ ദുആ വസിയത്ത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം എന്തേ, ഒരുപാട് യുവാക്കള് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്, ഉസ്താദേ മക്കളായിട്ടില്ല, സാമ്പത്തിക സ്രോതസ് ഉണ്ടാകണം, ഗൾഫിലുള്ള വിസ ശരിയായി കിട്ടണം, ജോലി ശരിയാവണം, ബിസിനസ്സിൽ ഉയർച്ച കിട്ടണം എന്നൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ ആ ചെറുപ്പക്കാരന്റെ ദുആ വസിയത്ത് എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു പോയി, ഞെട്ടിപ്പിച്ചു പോയി. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത്? ഒരുപാട് വയസ്സ് നിനക്കില്ല, ആഫിയത്ത് നഷ്ടപ്പെട്ടവനല്ല, കാണാൻ ചുറുചുറുക്കുള്ളവനാണ്, കാണാൻ നല്ല സൗന്ദര്യമുള്ളവനാണ്, എന്തിനാടാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരന് പറയുന്നു, ഉസ്താദേ ജീവിതം അടുത്തുപോയി ഉസ്താദ്, ജീവിതം അടുത്തുപോയി. ഞാൻ ചോദിച്ചു എന്തേ? ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടുകൂടെ പറയുകയാണ്, ഉസ്താദേ ആ കാണുന്ന പള്ളിയുടെ ചാരത്തുള്ള സ്റ്റേജിന്റെ തൊട്ടപ്പുറത്തുള്ള വലിയ ഒരു വീട് കാണിച്ചുകൊണ്ട് പറയാണ്, ഉസ്താദേ വല്ലാത്ത വിഷമമാ, വല്ലാത്ത സങ്കടമാ. കാരണം എന്താ, വീട്ടിൽ നിന്ന് എനിക്ക് ഇണയില്ല, തുണയില്ല. ആ വീട്ടിലുണ്ടല്ലോ ഉസ്താദേ 10 പേരുണ്ടായിരുന്നു ഉസ്താദേ. ആ 10 പേരിൽ നിന്ന് 9 മാസത്തിൽ 10 പേര് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി ഉസ്താദ്. 9 മാസത്തിൽ ആ വീട്ടിൽ നിന്ന് മരിച്ചു പോയത് ഒന്നല്ല, രണ്ടല്ല, 10 പേര് മരിച്ചു പോയി എന്ന് ആ ചെറുപ്പക്കാരന് പറയുമ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു, എന്തേടാ? വാഹനാപകടത്തിലൂടെ ആയിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, അല്ല വല്ല ദുരൂഹതയുള്ള മരണമാണോ എന്ന് വിചാരിച്ചു. ആ ചെറുപ്പക്കാരന് പറയുന്ന മറുപടി ഇങ്ങനെയുള്ള എത്രയോ വേദികളിൽ ഞാൻ പറഞ്ഞവരാട്. ആകല്ല പെങ്ങളെ, ആകല്ല പ്രിയപ്പെട്ട മുസ്ലിമേ, ആ ചെറുപ്പക്കാരന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 10 മാസത്തിലുണ്ടല്ലോ, 9 മാസത്തിൽ 10 പേര് എൻ്റെ ഈ വീട്ടിൽ നിന്ന് മരിച്ചു പോകാ. ഇന്ന് ആ ശ്മശാനം പോലൂത്ത കബറാകുന്ന വീടിൽ കിടക്കാ. ഉസ്താദ് ഇവിടെ വന്നാൽ കബറാളികളെങ്കിലും ഉണ്ടല്ലോ. ആ വലിയ വീടിന്റെ അകത്തളത്ത് 1.5 കോടി രൂപ വെച്ചുണ്ടാക്കിയ വീടാണ്. ബാത്റൂമിൽ പോലും എസിയാണ് ഉസ്താദ്. അവിടെ എൻ്റെ ഭാര്യയില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, പെങ്ങന്മാരില്ല. അവിടെ എൻ്റെ വാപ്പയില്ല, ഉമ്മയില്ല. മരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഞങ്ങൾക്ക് മാരണം ചെയ്തതാണ്, ഞങ്ങൾക്ക് മാരണം ചെയ്തതാണ്. ആരാണെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ അവന് പറഞ്ഞ മറുപടി തൊട്ടടുത്ത അയൽക്കാരാ. കാരണം എന്ത്? എൻ്റെ വാപ്പാക്ക് അല്ലാഹു വലിയ സമ്പത്ത് കൊടുത്തപ്പോ, സാമ്പത്തികമായ പുരോഗതി നൽകിയപ്പോ, വലിയ സാമ്പത്തികമായ കൂമ്പാരത്തിൽ എൻ്റെ വാപ്പ അവിടെ നിന്ന് വിരാജിച്ചപ്പോ സഹിക്കാൻ പറ്റിയില്ല ഉസ്താദേ. ഞങ്ങളുടെ അയൽക്കാർ ഞങ്ങൾക്ക് മാരണം വെച്ച് ഞങ്ങളെ തകർത്തെറിഞ്ഞു എന്ന് പറയുമ്പോ അയൽവാസികളെ സിഹർ വെച്ച് കൊല്ലാൻ നോക്കുന്നവര്, അയൽവാസികളുടെ ഉയർച്ചകളിൽ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നവര് ഇല്ല. എൻ്റെ മുസ്ലിമേ, നിങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെടാൻ പോകുന്നില്ല, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പടച്ചറപ്പ് നിങ്ങളോടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളോടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ എപ്പോഴാണ് മരിക്കുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്ത് ഞാനും നിങ്ങളും ആ ലോകത്തേക്ക് കടന്നു പോകുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെയും അല്ലാഹുവിന്റെയും പൊരുത്തമില്ലാതെ ആ മണ്ണറയിലേക്ക് പോയാൽ ഒരു അയൽവാസിയുടെ മനസ്സിന്റെ വേദന നമ്മളെ തകർത്ത് കളയുമെന്ന് ആരും മറന്നു പോകരുത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാർ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ വാള് പറയും. വാള് പറഞ്ഞിട്ട് അവസാനം ദ്വാരക്കാൻ പറയും, എല്ലാവരും ഇരിക്കി, ഒരു വിഭാഗം മാത്രിരിക്കേണ്ട പോയിക്കോ. ആളുകൾ അത്ഭുതത്തോട് നിസ്കാരങ്ങളാക്കിയായിരുന്നു, കള്ളു കുടിച്ചാളായിരുന്നു, പെണ്ണു കുടിച്ചാളായിരുന്നു, എല്ലാവർക്കും അല്ലാഹുവിനോട് തൗബ ചെയ്യിപ്പിക്കാം. പക്ഷെ ഒരു വിഭാഗം ആളുകൾ ഇരിക്കരുത്, അവൻ ഇരുന്നാലും ദുആ ഇജാബത്ത് ഉണ്ടാവില്ല. എന്താന്ന് ചോദിച്ചു. ആരാണ് ആ വിഭാഗം?
വിച്ഛേദിച്ചവർ, അയൽവാസി വേദനിപ്പിച്ചവർ, അയൽവാസിയോട് പിണങ്ങിക്കിടന്നവർ, അവരിരുന്നാൽ ഈ ദുആഇന്റെ ബറക്കത്ത് പോവും, അള്ളാഹിന്റെ റഹ്മത്തിറങ്ങൂല, ദുആഇന്റെ ജാവത്തിന്റെ അവർ എഴുന്നേറ്റ് പോക്കി. അവർ പോയതിന്റെ ശേഷമായിരുന്നു ദ്വാരനിരുന്നത്. മുൻഗാമികൾ എത്രത്തോളം സൂക്ഷിച്ചു. ഒരു മഹാന്റെ സൂഫിയായ ഒരു മനുഷ്യന്റെ കഥ പറയാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭയങ്കര എലിയായ നമ്മളെന്താക്കും, അതെനിക്കൊരു പൂച്ചയെ പോറ്റും, അല്ലെങ്കിൽ എലിപ്പെട്ടിയോ, ഈസിയല്ലേ. എലിയായാലും പിന്നെ എന്താക്കുന്നത്, ഇപ്പൊ എലിയെ കാണാനില്ല, ബിരിസല്ലേ പോലല്ലേ വാർപ്പിൻ്റെതായി, പണ്ട് എലിന്റെ ശല്യം. അപ്പൊ എന്തായി, ഇപ്പൊ നേരെ തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിട്ട് അയാളെ വാതിൽ മുട്ടി ചോദിച്ചു, എന്റെ പേരിൽ ഭയങ്കര എലി, ഞാൻ എന്താക്കണം? അയാൾ തിരിച്ചിട്ട് വരും, പൊട്ട എന്ത് എലി ആരെങ്കിലും ചോദിക്കുക, ഒരു പൂച്ചയെ പോറ്റിക്കൂടെ, പൂച്ച പോറ്റ് മനുഷ്യ. അപ്പൊ ഇയാൾ പറഞ്ഞു അൽഹംദുലില്ലാ. എന്താ കാരണം? എനിക്കത് ആ സമ്മതം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം വെച്ചാൽ ആ പൂച്ചയെ പോറ്റാനുള്ള സമ്മതമില്ലാതെ ഞാൻ പൂച്ചയെ പോറ്റിയിട്ട് എന്റെ വീട്ടിൽ എലിയെങ്ങാലും ശല്യപ്പെടുത്തുന്ന നേരത്ത് വീടിന്റെ മച്ചയിൽ കയറി ഒരു പൂച്ച എലിയെ പിടിക്കാൻ പോയി. ആ പൂച്ച ഒളിച്ചോടി നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ശല്യപ്പെടുത്തിയാൽ, എന്റെ വീട്ടിൽ ഞാൻ പൂച്ച പോറ്റ കാരണം കൊണ്ടല്ലേ നിന്റെ വീട്ടിൽ വന്ന് ഈ എലി ശല്യപ്പെടുത്തിയത്. അപ്പൊ എന്റെ കാരണം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് എന്റെ ഇബാദത്ത് നഷ്ടപ്പെടൂല്ലേ, എന്റെ ആരാധനകളെല്ലാം വലിച്ചെരിയൂല്ലേ, നിന്നെ ഞാൻ വേദനിപ്പിച്ചവനാവൂല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ആ മനുഷ്യൻ പറയാം. ഇത്രത്തോളം ഗൗരവമുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു ബാധ്യത കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാവ് കൊണ്ട് ഒരു അയൽവാസി നിങ്ങൾ വേദനിപ്പിക്കരുത്. നാവ് കൊണ്ട് വേദനിപ്പിക്കരുത്. നാവ് കൊണ്ട് ഒരു അയൽവാസിയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് കാണാം. ലോകത്തിന്റെ മുത്ത് പറയുകയാണ്, മൻ ആദാ ജാറഹു വലൗ ബി കലിമത്തിൻ വാഹിദ. ഒരു വാക്കുകൊണ്ടാണ് ഒരു അയൽവാസി നീ വേദനിപ്പിച്ചത്, കൂടുതൽ വേണ്ട. എന്തോ ഒരു വിഷയം പറഞ്ഞു, ആ വിഷയം പറഞ്ഞപ്പോ ബേജാറായി. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഖ്റജല്ലാഹു റൂഹഹു മിൻ ഗൈരി ഷഹാദാ. ഷഹാദത്ത് കലിമ പറയാതെ, അങ്ങനെ പറയാൻ കിട്ടാതെ അവൻ ചത്തുപോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഒരു അയൽവാസി വേദനിപ്പിച്ച കഴിയില്ല. ഇതുപോലെയാണ് മോശത്തരങ്ങളിലൂടെ ഇപ്പൊ വിശുദ്ധമായ ബറാഅത്ത് രാത്രി വരെയാണ്. ആ ബറാഅത്ത് രാത്രിയിൽ ഹതഭാഗ്യരാകുന്ന 10 വിഭാഗമുണ്ട്. കലിമ ചൊല്ലി മരിക്കാൻ കഴിയാത്ത ആളുകളാണവർ. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് മുദുമിനുൽ ഖംർ എന്ന് വ്യാപകമാവുകയാണ്. കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA. എന്റെ പ്രിയപ്പെട്ടവർ, എവിടെയും വേണ്ട. തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയിൽ തന്നെ റബീഉൽ അവ്വലിൽ ഒരു വഅദിന് ഞാൻ പോയി. ഇത് പറയുമ്പോൾ തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയിലുള്ള സ്ഥലത്തിന്റെ പേര് പറയാൻ പോലും എനിക്ക് ഒരു മോശം തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വഅദ് കഴിഞ്ഞിങ്ങനെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് പോയപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരൻ പറഞ്ഞു, 10 മിനിറ്റ് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ എന്തോ ഒരു ആവശ്യമായിട്ട് വഅദ് പറഞ്ഞതാണെന്ന്. അപ്പൊ അയാൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. എന്താ ഞാൻ വലിയ പോലെ മഹാനായതുകൊണ്ടല്ല, എന്തോന്ന് പറയാൻ വേണ്ടി അങ്ങനെ വിളിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ചു. ഏതുവരെ ഈമാനില്ലാതെ ചത്തുപോവാൻ നമുക്ക് കാരണമാകുന്ന നമ്മുടെ മക്കളാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ ഒരു സൂചന മാത്രം നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്നത് ബാല്യക്കാരല്ല. നിങ്ങൾക്കറിയോ, ഈ അടുത്ത കാലത്ത് ഒരു സർവേ വന്നു. 2-3 മാസങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, 12 വയസ്സിന്റെയും 6 വയസ്സിന്റെയും ഇടയിൽ കേരളക്കരയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ ശതമാനം 70%. എത്ര? 70%. ഏത് ലോകത്തും ഞാൻ ജാർഖണ്ഡിൽ നിങ്ങൾ കണ്ടില്ലേ, 10 വയസ്സുള്ള 9 വയസ്സുള്ള ഒരു പൊന്നുമോള് ഗർഭിണിയായി കുഞ്ഞി പ്രസവിച്ചു. കുഞ്ഞിന്റെ ഫോട്ടോ അടക്കം, ചെറിയ കുഞ്ഞ. എന്റെ പ്രിയപ്പോ, എവിടെ എത്തി നമ്മുടെ ലോകം? ആ കുഞ്ഞ് പ്രസവിച്ചപ്പോ ലോകം അത്ഭുതപ്പെട്ടു. പക്ഷേ റസൂലുള്ളാഹി പണ്ട് പറഞ്ഞിന് 9 വയസ്സ് അഖല്ലുസിൻ തഹീദു ഫീൽ മർഅതു 9 വയസ്സാകുമ്പോൾ ഇത് കാര്യം അല്ല പറഞ്ഞത്. അത് വെറുതെ ഫേക്ക് സത്യം. ആ പെണ്ണിനെ സൈക്കോളജിസ്റ്റുകൾ ആ പെണ്ണിനെ അവളെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച ആ പെണ്ണിനോട് മോട്ടിവേഷൻ ഇറയാക്കിയപ്പോൾ ആ പെണ്ണ് പറഞ്ഞത്, സ്വന്തം 11 വയസ്സായ എൻ്റെ ജ്യേഷ്ഠനാണ് എനിക്ക് വിചാരിച്ചത്. ആരെ വിശ്വസിക്കേണ്ട പ്രിയ, അങ്ങനത്തെ ഒരു ലോകം. അതാണ് ഇങ്ങനത്തെ ഒരു കഥ ഞാൻ പറയാൻ പോകുന്നത്. നേരിട്ട് ഞാൻ അനുഭവിച്ചതാ.
മാത്രമല്ല 11 വയസ്സുള്ള പൊന്നുമോൻ 10 വയസ്സുള്ള കുഞ്ഞുമാവയുടെ കയ്യിൽ കളിപ്പാട്ടം കൊടുത്തിട്ട് കളിക്കേണ്ട പണ്ടത്തെ പ്രായത്തിൽ നിങ്ങൾക്കറിയാം, കുപ്പിപ്പാല് കുടിക്കുന്ന പ്രായം കളിക്കുന്ന സമയം. ഇന്ന് MDMA ഏടെ ഇതേ കേരളത്തില്, ആ കേരളത്തിന്റെ അതിർത്തി കർണാടകത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് നമ്മള്. ഇപ്പൊ കണ്ടില്ല ബസ്സിൽ മുട്ടിച്ചിട്ട് വന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ഫാഷനാണ്. ഇപ്പൊ കർണാടകക്കാരെ പേടിച്ചുകൊണ്ട്, കാരണം എല്ലാ മലാമത്തും വരുന്ന കേരളത്തിൽ. അല്ലെങ്കിൽ ബസ്സിൽ പോകാൻ എന്നെ പേടി. ഇപ്പൊ ബസ്സിൽ ഫസ്റ്റ് നോക്കുന്ന ആദ്യം ഡ്രൈവറിന്റെ അപ്പുറത്ത് സിംഗിൾ സീറ്റ് ഉണ്ടാകും. ഞാൻ രാത്രി എന്തോ ഒരു കാലക്കെട്ട് കൊണ്ടി വന്നു, പോയിട്ട് ആദ്യം അടന്നെ കിട്ടി സീറ്റ്. ബസ്സിൽ പോകാൻ പേടി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എല്ലാ മലാമത്തും ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളം എന്ന് പറയുന്നത് ലഹരിയുടെ താവളമായി കൊണ്ടിരിക്കുക. ലഹരിയുടെ താവളം. 12 വയസ്സിന്റെ മുതൽ 6 വയസ്സ് വരെ 70% മക്കളെ ലഹരി ഉപയോഗിക്കുന്നു. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഈ അടുത്ത കാലത്ത് വന്നുള്ള ഈ റിപ്പോർട്ടാണ്, ഏകദേശം 40% മക്കൾ ലഹരി ഉപയോഗിക്കുകയാണ്. 101 കോളേജ് ക്യാമ്പസുകൾ ലഹരിയുടെ തലസ്ഥാനം. ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ തലസ്ഥാനാണ്, അവിടെ കിട്ടും, സുലഭമാണ്. 1101 കേന്ദ്രങ്ങളാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതേ കേരളക്കരയിൽ ലഹരി സുലഭമായി കിട്ടുന്ന കേന്ദ്രങ്ങളായി കലാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കിയേ. ഈ അടുത്ത കാലത്ത് ഒരു ക്ലാസ്സിന് എന്നെ വിളിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ +2+1 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്ലാസ്സിനെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ മുസ്ലിം വിദ്യാർത്ഥികളെ. അപ്പോൾ ഈ മദ്രസ കൊണ്ടുള്ള, നേരത്തെ ഉസ്താദ് പറഞ്ഞു, അസീർ ഉസ്താദ് പറഞ്ഞല്ലോ, മദ്രസ ദർസ് കൊണ്ടുള്ള നേട്ടം അതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അവരോട് പറയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ 110 വർഷത്തിന്റെ പാരമ്പര്യം മൈലാറാക്കണം ഞാൻ പറയുന്നില്ല. മദ്രസ 10ാം ക്ലാസ് മതി ഉണ്ടാതിരിക്കുന്നതല്ല. ഓൻ പോയിട്ട് എവിടെയോ ബജാറിലോ തിന്നയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടർഫിൽ കളിച്ചിട്ട് 3 മണി രാത്രിക്കാണ് വരുന്നത്. ഈ ചെക്കൻ്റെ കഥ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട അസരി ഉസ്താദിനെ പോലത്തെ ഉള്ള ഉസ്താദുമാരുള്ള ദർസിൽ കൊണ്ടുപോയി ഒന്ന് മഗ്‌രിബിന്റെ ഇശാന്റെ ഇടയിൽ പോയിട്ടെങ്കിലും ഇരിക്കറ, എന്തെങ്കിലും ഓതറാന്ന് പറഞ്ഞാല് തീർച്ചയായും ഇവരുടെ തർബിയത്ത് കിട്ടും. ഉസ്താദിന്റെ പേടിക്കാൻ മക്കൾ നേരം. നിങ്ങൾ അതൊന്നും ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഉണ്ടാക്കണം. കുറച്ച് കുട്ടികളെ, നിങ്ങളുടെ മക്കളെ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടവരാണ് നിങ്ങൾ. ഉണ്ടാക്കിയാ പോരാ. വീശമുളക്കാത്ത മക്കളുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാൻ പോലും വാപ്പക്കുമ്മക്ക് പേടിയാണ്. എന്റെ ഇടങ്ങ് തൂക്കി മരിച്ചിരോ അല്ലെങ്കിൽ ചാടിയിറും ഇടങ്ങ് പോയിറും. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ കാസർഗോഡ് ജില്ലയുടെ ഒരു സ്ഥലത്തിലേക്ക് വാതിന് പോയപ്പോ ഈ മരണത്തിന്റെ പറയുമ്പോൾ ഞാൻ ഓർത്തുപോയതാണ്. ആ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ, വയസ്സെത്ര, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന് 13 വയസ്സുകാരന്. വാപ്പ വളരെ ലജ്ജയോടുകൂടെ റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇവന് വല്ലാത്ത മോശത്തരത്തിലാണ്, വേണ്ടാതിനത്തിലാണ്. എന്താണ് എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേവലം MDMA-യും കള്ളും കഞ്ചാവും മാത്രമല്ല ലഹരി. മൊബൈൽ എന്നുള്ളതും ലഹരിയാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറക്കിയിടുന്നത്. മൊബൈലിൽ നിന്ന് ലഹരിയായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ മൊബൈൽ ഉപയോഗിക്കുകയാണ്. 2 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ പോലും മൊബൈലാണ്. 10 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ മൊബൈലാണ്. 14 വയസ്സാകുമ്പോൾ സ്വന്തം ഐഫോണുകളും വലിയ ആൻഡ്രോയിഡ് ഫോണുകളും നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് സുലഭമായി എത്തുകയാണ്. എന്താ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്, എന്തോട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷെ ആ മക്കൾ എന്ത് കാണുന്നു, ഏത് കാണുന്നു, അവരുടെ ഹിസ്റ്ററികൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഈ പൊന്നുമോന്റെ അവസ്ഥ, ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഫ്രീ ഫയർ ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിമിലൂടെ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ അതിൽ കളിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റുമല്ലോ. എനിക്കല്ലാതെ അപ്പോഴാണ് അറിയുന്നത്. നമുക്ക് ചെറുപ്പത്തിലാണ് എത്ര വില കോടീശ്വരനാട്ടിപ്പോ അവന്റെ പോലെ. അങ്ങനെ എന്താക്കി, ഒരു അക്കൗണ്ട് എടുത്തു. അങ്ങനെ ആ അക്കൗണ്ടിൽ കുറെ പൈസ ഉണ്ടാക്കി. എന്നിട്ട് ആ അക്കൗണ്ട് മറ്റൊരു കൂട്ടുകാരന് വിറ്റു. ആ കൂട്ടുകാരനാണ് ഇവൻ. അങ്ങനെ ആ കൂട്ടുകാരന് വിറ്റിട്ട് 5000 രൂപയാണ് ആ ചെറുപ്പക്കാരന് പൈസ കിട്ടിയത്. ആ കുഞ്ഞുമോന്, 13 വയസ്സുള്ള കുഞ്ഞുമോന്. ഇത് കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സംഭവം ഞാൻ പറയുന്നത്. എവിടെയെല്ലാം ലഹരി എത്തുന്നു എന്നതിന്റെ ഒരു ചെറിയ വിഷയമാണ് ഭാഗികമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ദർസുകളും മദ്രസകളും നമുക്ക് തണലായിക്കൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞ പ്രിയപ്പെട്ട മീശമുളക്കാത്ത പൊന്നുമോന് ഇന്ന് കൗമാര പ്രായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ മുമ്പ് സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ട്യൂഷനിന്റെ പേര് പറഞ്ഞുകൊണ്ട് മദ്രസ നിർത്തിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ മനസ്സിലേക്ക് ഞാൻ ഇതിട്ട് തരികയാണ്. അങ്ങനെ ആ പ്രിയപ്പെട്ട പൊന്നുമോന്
അത് വിറ്റു 5000 രൂപ കിട്ടി. ഈ 5000 രൂപ ഓന്റെ കയ്യിൽ വെച്ചാൽ ഡേഞ്ചർ എന്ന് മനസ്സിലായി. ഉമ്മ വെറുതെ വിടാല, വാപ്പയും വെറുതെ വിടൂല. അതുകൊണ്ട് തന്നെ ഈ 5000 രൂപ ഒരു മൊബൈൽ കടക്കാരന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉണക്ക് ഒറ്റടിക്ക് നീ തരണ്ട, കുറച്ച് തന്നാ മതി, ഞാൻ ചോദിച്ചിട്ട് തരണം. എന്താ, എനിക്ക് ടർഫിൽ കളിക്കാൻ പോകുന്നുണ്ട്, എനിക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ ഓൻ എന്താക്കി, 5000 രൂപ പിടിച്ചു വെച്ചു. ഈ 5000 രൂപ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മൊബൈൽ കടക്കാരന് കുറച്ച് കൊടുത്തു. ടർഫിൽ കളിക്കാൻ, മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല ഇവരുടെ ഇടപാട്. അങ്ങനെ ഒരു ദിവസം പോയി ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞു, പൈസ ഇല്ല. പൈസ കാലി എന്തില്ല, ഞാൻ കടം തരാം. പക്ഷെ കടം തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ ഒരു ചെറിയ കെട്ട് തരാം, അത് ഇന്ന സ്ഥലത്തേക്ക് നീ എത്തിക്കണം. അപ്പൊ എന്തിന്, നിന്റെ സൈക്കിൾ ഉണ്ടല്ലോ, ആ സൈക്കിൾ ചവിട്ടിക്ക് പോയാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പൊന്നുമോൻ അവന് കൊടുത്ത ആ സാധനവുമായി നേരെ പോവുകയാണ്. കുറെ ദിവസങ്ങൾ പോയപ്പോ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാപ്പാക്ക് വിളിക്കുക. ആ പൊന്നുമോന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് 300 ഗ്രാം MDMA. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, നമ്മളെ പൊന്നുപോലെ പോറ്റി വളർത്തുന്നവർ, ആ മക്കളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള നാടുകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ടർഫുകളിലേക്കും പാതിരാത്രിയുടെ സമയമടക്കം നമ്മൾ കളിക്കാനും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിടുമ്പോ ആ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ശ്രദ്ധിക്കാതെ രക്ഷിതാക്കളോട് പറയുകയാണ്, ഈമാനില്ലാതെ നഷ്ടപ്പെട്ടു പോയി പടച്ചവന്റെ ലോകത്തേക്ക് പോകുമ്പോ നാവ് പുറത്ത് വീണ് ചത്ത് മരിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് എത്തും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ പ്രിയപ്പെട്ട പൊന്നുമോനെ അവസാനം പോലീസ് പിടിച്ചു, നാടാകെ പാട്ടായി. ആ പൊന്നുമോന് തുണ്ട് കയറുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ച ആ പൊന്നുമോനെ മന്ത്രിക്കാൻ വേണ്ടിയാണ് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞാൻ പറഞ്ഞില്ലേ, മോശപ്പെട്ട മരണം അയൽവാസി വേദനിപ്പിച്ചാൽ മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിശുദ്ധമായ ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിഞ്ഞു നോക്കാത്ത വിഭാഗം അല്ലാഹുവിന്റെ ഭൗതിക ലോകത്തുള്ള ഒരു വിഭാഗമാണ് മുദ്മിനുൽ ഖംർ, കള്ള് കുടിക്കുന്നവൻ, കള്ള് വിളമ്പുന്നവൻ, കള്ള് കച്ചവടം ചെയ്യുന്നവന്, ലഹരി ഉപയോഗിക്കുന്നവൻ, MDMA അടിക്കുന്നവൻ, അത് കച്ചവടം ചെയ്യുന്നവൻ. അത് ആരുടെ കയ്യിലാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ഈമാനില്ലാതെ കൊണ്ടുപോവുകയാണ്. അതുപോലത്തെ ഒരവസ്ഥ അയൽവാസി വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യനിക്കുണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ പറയുകയാണ്, വലാ യമൂതു ഇല്ലാ വലിസാനുഹു വലാ സദ്രിഹി മിനൽ അത്ഷ്. ദാഹിച്ച് മരിക്കുന്ന സമയത്ത് 7 സമുദ്രത്തിന്റെ വെള്ളം കുടിച്ചാൽ പോലും ദാഹം തീരാത്ത ആ സമയത്ത് നിങ്ങളുടെ നെഞ്ചകത്തേക്ക് നിങ്ങളുടെ നാവ് പുറത്ത് വീണ് നിലത്തടിത്തിടിച്ച് നിങ്ങൾ ചത്തുപോവുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് തിരികടെ ഭാഗത്തേക്ക് കവർ കൊടുത്തയക്കാം. അപ്പോൾ കവർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കും പ്രിയപ്പെട്ട നമ്മുടെ ജമാഅത്തും അതുപോലെ PT ഭാരവാഹികൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ മദ്രസ വിശാലമായ വലിയൊരു മദ്രസ, ആ മദ്രസക്ക് ഒരു പൈൻ്റടിക്കണമെന്നുള്ള വലിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സാക്കിയ ഇൻഷാ അല്ലാഹ് ഇതൊരു പ്രചോദനമാണ്. പരിപാടിയുടെ തുടക്ക ദിവസം തന്നെ ഒരുപാട് സഹോദരികൾ തടിച്ചുകൂടി. അപ്പോൾ അവിടെ നിന്ന് പൂർണ്ണമായ പിന്തുണ ഉണ്ടെന്നുള്ളത് ഉറപ്പുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന കലാലയമാണ്, മദ്രസയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്കുള്ള ഒരു പെയിന്റിങ്ങിന് വേണ്ടിയുള്ള ആവശ്യത്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ ബന്ധപ്പെട്ട ഉസ്താദുമാരും സഹപ്രവർത്തകരും അവിടുത്തെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനൊരു കവർ നിങ്ങളുടെ മുമ്പിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ നല്ല ഒരു സംഖ്യ ഇൻഷാ അല്ലാഹ് അതിലിട്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ്. ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എത്ര ഗൗരവമുണ്ട് അയൽവാസിയുടെ കഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ ഉമർ റളിയല്ലാഹു തആല ഒരു ദിവസം മദീന പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാം. നടക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ച, ഖബർസ്ഥാനിൽ നിന്ന്, പള്ളിപ്പറമ്പിന്റെ ഖബർസ്ഥാനിൽ നിന്ന് ഭയങ്കര ഒച്ച, വല്ലാത്ത അട്ടഹാസം അനുഭവപ്പെടുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്ത് റസൂലുള്ള പറയാണ്, ഉമറേ വല്ലാത്ത ഒച്ചയാണ്, അട്ടഹാസമാണ് കേൾക്കുന്നത് ഖബറും പുറത്തു നിന്ന്. എന്താണെന്ന് അറിയുന്നില്ല ഉമറേ, ആരുടെ ഖബറാണെന്ന് ഒന്ന് നോക്കി വരണം ഉമറേ. നേരെ ഓടി, അതേ സ്പീഡിൽ ഓടി തിരിച്ചു വന്നു, കരഞ്ഞോണ്ട് വന്നു. മുത്ത് റസൂലുള്ള ചോദിക്കുകയാണ്, ഉമറേ എന്തിനാ ഉമറേ നീ കരയുന്നത്?
എന്തിനാണ് ഉമറേ നീ കരയുന്നത്, നീ തേങ്ങിക്കരയുന്നത് എന്തിനാണ് ഉമറേ എന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, ഞാൻ ഊഹിക്കാത്ത ഒരു മനുഷ്യന്റെ ഖബറാണ് നബിയേ. ആരാണെന്നറിയോ? ഒരുപാട് നിസ്കരിച്ച, ഖുർആൻ ഓതിയ, സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരു നല്ല മനുഷ്യന്റെ ഖബറാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഖബറും പുറത്തു പോയി അവിടെ യാസീൻ ഓതി ദ്വാരന്നു. അപ്പോ നിലവിളിയൊക്കെ നിന്നു. തിരിച്ചു വരുമ്പോൾ പിന്നെയും കൂക്കലാണ്. ആ ഖബറിന്റെ അകത്തളത്തെന്നുള്ള നിലവിളി കേൾക്കുമ്പോ, പൊട്ടിക്കരഞ്ചൽ കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് സഹിച്ചില്ല. മുത്തുനബി പറഞ്ഞു, ഉമറേ, ആരുടെ ഖബറാണ് എന്ന് നിനക്കറിയാം, പക്ഷെ ആ മനുഷ്യൻ ചെയ്തു പോയ തെറ്റെന്താണെന്ന് നിനക്കറിയോ? ഉമർ തങ്ങളെ പറയാണ്, നബിയേ, എനിക്കറിയില്ല നബിയേ. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെയാണ് നബിയേ, ഒരുപോലെ. എന്താ ചെയ്യാ? ആർക്കാണറിയുക? ഒരു മനുഷ്യന്റെ രഹസ്യങ്ങളുടെ കലവറയുടെ കാത്തുസൂക്ഷിപ്പുകാരി അവന്റെ ഭാര്യയല്ലേ? ഉമർ തങ്ങളെ പറയുന്നു, നബിയെ, അവന്റെ ഭാര്യയോട് പോയി ഒന്ന് ചോദിച്ചാലോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ് ആ ഖബറാളിയായ മനുഷ്യന്റെ ഭാര്യയുടെ വീട്ടിലേക്ക്. എന്നിട്ടും ആ പെണ്ണിനെ വാതിൽ മുട്ടി വിളിക്കുകയാണ്, പെണ്ണേ, നിന്റെ ഭർത്താവിന്റെ രഹസ്യവും പരസ്യവും എങ്ങനെയായിരുന്നു പറയോ? ഏത് ഭാര്യമാരോട് ചോദിച്ചാലും, ഈ പാണ്ഡ്യാളുള്ളവരുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ എത്ര രഹസ്യങ്ങളെ കുറിച്ചാ പറയാനുള്ളത് ഭാര്യന്മാർക്ക്. പക്ഷേ ആ പെണ്ണ് പറയുന്നു, ഇല്ല ഇല്ല ഉമറേ, ഒരു പോലൂത്ത മനുഷ്യനാണ്. രഹസ്യം പരസ്യത്തിനെക്കാളും വളരെ വളരെ സൂക്ഷ്മതയാണ്. സഹിച്ചില്ല ഉമർ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവുണ്ടല്ലോ മദീന പള്ളിയുടെ പള്ളിപ്പറമ്പിൽ വെച്ച് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. നരകത്തിന്റെ അഗ്നിജാലകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പടർന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ പെണ്ണ് പറഞ്ഞു, ഇല്ലാതെ എന്റെ ഭർത്താവായിരിക്കാൻ സാധ്യതയില്ല. നല്ല മനുഷ്യനാ, നല്ല സുഹൃത്തുക്കൾ ചെയ്തവനാ, നല്ല ആരാധനകൾ ചെയ്തവനാ, ഇബാദത്തുകളെ മുഖവിലക്കെടുത്ത മനുഷ്യനാ. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെയും ആ പെണ്ണോട് പറയുന്നു, വിചിന്തനം നടത്തണം പെണ്ണേ, വിചിന്തനം നടത്തണം പെണ്ണേ. ആ പെണ്ണ് ഒരുപാട് നേരം വിചിന്തനം നടത്തുകയാണ്. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പെണ്ണ് പറയുകയാണ്, ഉമറേ, ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, മരിക്കുന്നതിന്റെ ഒരൽപ്പം ദിവസങ്ങൾക്ക് മുമ്പ് അയൽക്കാരനായ ശുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് പിണങ്ങിക്കിടന്നതല്ലാത്ത മറ്റൊരു തെറ്റും എനിക്കറിയില്ല ഉമറേ. എന്റെ ഭർത്താവ് ചെയ്തു പോയ തിന്മയൊന്നും എനിക്കറിയില്ല ഉമറേ. ഉമറിന് ഇത് മതി. ഉമർ നേരെ ഓടുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാ, ലോകത്തിന്റെ മുത്തിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടി പറയുകയാണ്, നബിയെ, ആ പെണ്ണിന്നാൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. മുത്തു റസൂലുള്ള വൈകാതെ ആ പ്രിയപ്പെട്ട ഉമറിനോട് പറയാണ്, ശുഐബിനെ വിളിച്ചുകൊണ്ട് വരുത്തോ, ശുഐബിനെ വരാൻ വേണ്ടി പറയോ. ആ വിളിയാളം ശുഐബിനെത്തുകയാണ്. ഉമർ വിളിച്ചപ്പോ ശുഐബ് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ശുഐബേ, ആരെന്നറിയുക ഖബറിന്റെ അകത്തളത്ത് പൊട്ടിക്കരയുന്നത്, ആ ഖബറിന്റെ ഉള്ളിൽ വിഷമിക്കുന്നത്, ആ ഖബറിന്റെ ഉള്ളിൽ അട്ടഹസിക്കുന്നത് ആരാണെന്നറിയോ? ആ സമയത്ത് ശുഐബ് പറയുകയാണ്, അറിയാം നബിയേ, എന്റെ തൊട്ടടുത്ത അയൽക്കാരനാണ് നബിയേ. മരണപ്പെടുന്നതിന്റെ ഒരൽപ്പം ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് അയാൾ എന്തോ ചെറിയ വിഷയത്തിൽ പിണങ്ങിയതാണ്. ആ പിണങ്ങിക്കിടന്നയാൾ എപ്പോഴാണ് അസ്രായീൽ വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ. അയാൾ എന്നോട് പൊരുത്തപ്പെടിക്കുന്നതിന്റെ മുമ്പ് മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, പ്രിയപ്പെട്ട ശുഐബേ, നിനക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. ആ മനുഷ്യനൊരു തെറ്റ് പോലും ചെയ്യാത്തവനാ, കുറ്റം പോലും ചെയ്യാത്തവനാ. അവനിക്ക് നീ പുറത്തു കൊടുക്കോ, അവനിക്കൊന്ന് ദ്വാരക്കോ എന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടുകാരനായ ശുഐബ് പറയുകയാണ്, നബിയെ, ഞാൻ അതിന് തയ്യാറാ. ആ
ഷുഐബ് എന്ന് പറയുന്ന മനുഷ്യൻ ആ കബറമ്പുറത്തോടുകയാണ്. അവിടെ മുട്ടുകുത്തിയിരുന്ന് സലാം പറഞ്ഞ് യാസീനോദി ആ മനുഷ്യന് ദുആ ചെയ്തപ്പോ ഷുഐബ് വലിയ ആലിമല്ല, വലിയല്ല, ആരിഫല്ല, സാധാ കൂലിപ്പണിക്കാരനായ ഷുഐബ് ഉണ്ടല്ലോ, ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തപ്പോ ആ മനുഷ്യന്റെ ഖബറിന്റെ തീനാളം കെട്ടുപോവുകയാണ്. പൊട്ടിക്കരച്ചിൽ അവിടെ നിന്ന് അവസാനിക്കുകയാണ്. ആ മനുഷ്യൻ ഖബറും പുറത്തിൽ നിന്ന് പറയുന്ന മറുപടി എന്തെന്നറിയോ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ജസാകല്ലാഹു അന്നി ഖൈറൽ ജസാഇ യാ ഹബീബല്ലാഹ്. മുത്തുനബിയെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പക്കൽ നിന്ന് ഉന്നതമായ പദവി മുത്തുനബിയെ തങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്നാരാ പറയുന്നത്? കബറമ്പുറത്ത് ശിക്ഷകൾ അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യന് കബറമ്പുറത്ത് നിന്ന് പറയുമ്പോ ഷുഐബ് എന്ന അയൽവാസി പൊരുത്തപ്പെട്ട മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു ആ തീളാളം കടത്തിക്കളഞ്ഞെങ്കിൽ, നരകത്തിന്റെ ശിക്ഷ ഉയർത്തിക്കളഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരൊറ്റ കാര്യം പറയുകയാണ്. ലോകം മുഴുവനും ആരാധന കൊണ്ട് നിറച്ചാലും, ലോകം മുഴുവനും ഇബാദത്ത് ചെയ്താലും, ലോകം മുഴുവനും ആരാധനയുടെ കൂമ്പാരങ്ങളെ പടച്ചവന് സമർപ്പിച്ചാലും, നിന്റെ അയൽവാസിന്റെ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, നിന്റെ അയൽവാസിയുടെ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, നിന്റെ അയൽവാസിയുടെ മനസ്സിന്റെ ഒരു വേദനയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട അമലുകളെ നശിപ്പിക്കാൻ അതിമതി മുസ്ലിമേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പണക്കം വേണ്ട, ഇനി വിദ്വേഷം വേണ്ട, ഒരേൽക്കാരോടും പക വേണ്ട, അസൂയ വേണ്ട, മാട്ടം വെക്കണ്ട. അവരുമായി പണങ്ങല്ലേ, അവരുമായി വിച്ഛേദിച്ച ബന്ധങ്ങളെ പുനർനിർമ്മിച്ചുകൊണ്ട് വിശുദ്ധ ബറാഅത്ത് വരാൻ പോവുകയാണ്. അടുത്ത ബറാഅത്തിന് നമ്മളുണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റാത്ത ലോകമാണ്. റമദാന് നമ്മുടെ പതിവാടിക്കൽ നിൽക്കുകയാണ്. റമദാന് എത്തിക്കിട്ടുമോ ഇല്ല എന്ന് പറയാൻ പറ്റാത്ത ലോകത്താണ്. കാരണം സ്ട്രോക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അറ്റാക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അപകട മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഓരോരുത്തരും യാത്ര പറയാൻ പോലും സമയമില്ലാതെ അല്ലാഹുവിന്റെ ലോകത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ കടന്ന് അവർ ആരടി മണ്ണിലേക്ക് പോകുന്നവരവസ്ഥയാ. അതുകൊണ്ട് അങ്ങനെയുള്ള ലോകത്ത് ജീവിക്കുമ്പോ പടച്ചവനിലേക്ക് മടങ്ങണേ, അല്ലാഹുവിന്റെ പൊരുത്തം നേടണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് സന്തോഷമുണ്ട്. 12 വർഷം കഴിഞ്ഞ് ഒരു വിശാലമായ മഹല്ലത്തിൽ അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെയും പ്രിയപ്പെട്ട മുദരിസ് ഉസ്താദിൻ്റെയും സദർ ഉസ്താദിൻ്റെയും അതുപോലെ മറ്റുള്ള ഉസ്താദന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, PTA കമ്മിറ്റി ഭാരവാഹികളുടെയൊക്കെ നല്ല പരിശ്രമത്താൽ ഒരു മനോഹരമായ പരിപാടി ഒരുക്കി കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ അതിൽ വന്ന് പ്രസംഗിക്കാൻ ഈ 12 വർഷത്തിൻ്റെ ശേഷം ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന ആൾ ഞാനല്ല. അപ്പോൾ ആളിരിക്കട്ടില്ല, അത് വിഷയം വേറെ അല്ലേ. അപ്പോൾ അതൊരു ക്രെഡിറ്റും എനിക്കുണ്ട്. അപ്പോൾ പറയാലോ, 12 വർഷം കഴിഞ്ഞിട്ട് പാണ്ഡ്യയിൽ ഫസ്റ്റ് പ്രസംഗിച്ച് ഞാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ഈ ഒരു സ്നേഹബന്ധം അല്ലാഹു സ്വർഗ്ഗം വരെ നിലനിർത്തിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി മുടങ്ങാതെ എല്ലാ വർഷവും നമ്മളെന്നെ വിളിക്കണം എന്ന് പറയുന്നില്ല, പരിപാടി നടത്തണം എന്തായാലും അല്ലേ, നടത്താലോ. മാഷാ അല്ലാഹ്, നമ്മുടെ സദർ സാഹ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പല അടുത്ത പ്രസിഡന്റുമാരും ചേറ്റിൽ കുത്തിയ പടി പോലെ ആടെ പിടിച്ചടിച്ച് അപ്പുറം പോകും, ഇപ്പുറം ഇങ്ങനെ നിലപാടുള്ള പ്രസിഡന്റ്. അതാണ് വേണ്ടത്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെ അല്ലാതെ പഠിക്കുക. ആ ഒരു ഹിമ്മത്ത് അല്ലാഹു അദ്ദേഹത്തിന് നിലനിർത്തി കൊടുക്കട്ടെ. അത് ഭയങ്കര സംഭവം. ചില ആൾക്ക് അങ്ങനെ ഉണ്ട്, നിലപാട് പറയാൻ പേടി. കാരണം നാട്ടുകാരൻ എന്ന് പറഞ്ഞു ഉസ്താദ്മാർ ഇന്നലെ നാളെ പോകുന്നു, അവർക്ക് സപ്പോർട്ടാക്കിയാൽ അല്ലെ ഉള്ളത് തന്നെ ആണെങ്കിൽ അത് ശരിയാവില്ല. നാട്ടുകാരൊക്കെ എന്നെ കൂടിയിട്ട് ഒപ്പിച്ചിട്ട് പോവാന്ന്, അങ്ങനത്തെ വിഷയം. നിലപാട് പറഞ്ഞാൽ അതാണ്. ആ നിലപാട് പറയാനുള്ള തൻ്റെ ഇടം അവർക്കുണ്ട്. ഞാൻ ബംഗർ ബെഞ്ച് ചേർത്തുണ്ടാകുമ്പോൾ ഒരു പ്രസിഡന്റ് സെക്രട്ടറി എനിക്ക് കിട്ടി. ഒരു 3 വർഷം ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ എന്തിനേയും നാട്ടുകാരെന്ത് ഉണ്ടായിരിക്കണം, നമ്മൾ നോക്കിക്കോളും. ഉസ്താദിന്റെ കാര്യം അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടവും മാറി. ഞാൻ എവിടെ പോയാലും അവരെ കുറിച്ച് പറയാറുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ ഒന്ന് അസീസാജി ഒന്ന് നമ്മളെ പേരിന് പറഞ്ഞു അലി. അപ്പോൾ അൽഹംദുലില്ലാ അതുപോലത്തെ നിലപാടിൻ്റെ പ്രസിഡന്റാണ്. അതുപോലെ PTA ഇതെല്ലാം ഒരുമിച്ച് ചില നാട്ടിലൊക്കെ ഉണ്ട്. പള്ളി പ്രസംഗം അത് വേറെ, മദ്രസ അത് ബന്ധം തന്നെ ഇല്ല. അത് റബീഉൽ അവ്വൽ മാത്രം ഒന്ന് ചടപിടിച്ചിട്ട് അങ്ങനെ കൂടിയിട്ട് ഓർക്ക് ശരിയില്ല, തമ്മിൽ കണ്ടാൽ അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്, അതൊന്നും ഇല്ല. മാഷാ അല്ലാഹ്. അത് എനിക്കറിയാം. പാണ്ഡ്യാളെന്ന് പറയുമ്പോൾ അറിയപ്പെട്ട ഒരു മഹല്ലാണ്, സൈലന്റ് മഹല്ലാണ്. മാഷാ അല്ലാഹ്. അതെ, മറ്റേ എന്ത്
പഞ്ചാരക്കുന്നിൽ തേന്മഴ പെയ്തതുപോലെ എന്ന് പറയില്ലേ. ജ്യേഷ്ഠനാനുജനാണത്രേ രണ്ടാളും പ്രസിഡന്റ്. അപ്പോൾ അൽഹംദുലില്ലാ അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഈ കൗമിനെ ഒരുപാട് കാലം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. വലിയ സന്തോഷമാണ്. അതുപോലെ അതിന് കൂട്ടുനിൽക്കുന്ന സെക്രട്ടറി, ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു വണ്ടി ഓടണമെങ്കിൽ ടയർ 4 ശരി വേണം. അപ്പോൾ എല്ലാം ശരി വെച്ചുകൊണ്ടാണ് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അവർ പോകുന്നത്. അൽഹംദുലില്ലാ 12 വർഷത്തിൻ്റെ ശേഷം ഒരു പരിപാടി നടക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ എതിർപ്പുകളും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ അൽഹംദുലില്ലാ ഉണ്ടായാലും ഇല്ലെന്ന് എനിക്കറിയില്ല, പല മഹല്ലുകളിൽ അങ്ങനെ അൽഹംദുലില്ലാ എല്ലാ രീതിയിലും വളരെ മനോഹരമായി ലൈവുണ്ട്. അതുപോലെ നല്ല സൗണ്ട്സ് ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ അൽഹംദുലില്ലാ വേണ്ടത് എല്ലാ സൗകര്യം ഒരുക്കി വലിയ പരിപാടി വിജയമാക്കുന്നതിൽ കാരണക്കാരായ കമ്മിറ്റി ഭാരവാഹികളെയും പ്രിയപ്പെട്ട ഉസ്താദുമാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആരും മറക്കരുത്, ഈ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് മദ്രസയിലേക്ക് ഒരു പൈൻ്റടിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടും ഉമ്മമാരോടും അതുപോലെ എല്ലാവരോടും പറയാണ്, വിശുദ്ധമായ പുണ്യമേറിയ ശഅബാനാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഒരു മാസമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ 1 രൂപ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചാൽ, അത് സ്ഥാപനത്തിന് വേണ്ടിയാവട്ടെ, അല്ലെങ്കിൽ അവൻ്റെ മദ്രസ പഠനത്തിന് വേണ്ടിയാവട്ടെ, അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന ബിൽഡിങ്ങിന് വേണ്ടിയാവട്ടെ, ആ 1 രൂപ എന്നുള്ളത് ഉഹുദ് പർവ്വതത്തിനേക്കാളും വലിപ്പമുള്ള സ്വർണ്ണ നാണയം അവിടെ നിന്നുണ്ടാക്കി സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ പദവി ഇൻഷാ അല്ലാഹ് ലഭിക്കാൻ പോവുകയാണ്. എല്ലാ സഹോദരിമാർ മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.